ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ എന്താ പെട്രോൾ പമ്പെന്ന് വെക്കുന്നുണ്ടാവും. ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോവാണ്. മെട്രോ സ്റ്റേഷനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. അതെ, നമ്മൾ എറണാകുളത്ത് പോവാണ്. എറണാകുളത്ത് നിന്ന് നമ്മൾ ഇവിടേക്ക് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് കേട്ടോ പോണത്. ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ അന്തോണീസ് പുണ്യാളുടെ പള്ളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ ഈ ബോട്ടുകളൊക്കെ കയറാൻ നിൽക്കുന്ന ഭാഗമില്ലേ, ഗ്രൗണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ആ ബോട്ടിൻ്റെ സൈഡിലേക്ക് കിടക്കണ വഴിയുടെ അവിടേക്ക് നടക്കാണ് കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം തിരക്കുണ്ട്, അത്യാവശ്യം ക്രൗഡാണ്. കാരണം മുടക്കമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുവഴി സൈഡിൽ നിറയെ മരങ്ങളും ഇപ്പുറത്ത് ആ ഒരു ബോട്ടുകളൊക്കെ വന്ന് കിടക്കുന്ന വ്യൂ ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് ആ ഒരു റഷൊന്നും നമ്മൾ അറിയുന്നില്ല. നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ പതുക്കെ നടക്കുകയാണ്. ഇതെൻ്റെ അപ്പാപ്പനാണ്, അതായത് കുഞ്ഞപ്പാപ്പൻ, അപ്പാപ്പൻ്റെ അനിയനാണ്. ആളുണ്ടായിരുന്നു. ഞങ്ങൾ പോണത് വള്ളുപ്പാറ കുടുംബസംഗമത്തിൽ നിന്നാണ് പോണത്. ഞങ്ങളുടെ വീട്ടുപേര് വള്ളുപ്പാറ എന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ് പോണത്. ഞാനും അമ്മയും അപ്പനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടിയിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ അപ്പാപ്പനും അമ്മേനും കണ്ടത്. ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. ഇവിടെ നിന്ന് വാട്ടർ മെട്രോ എടുത്തിട്ടാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോയി ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഒട്ടുമിക്കവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇത് വാട്ടർ മെട്രോയുടെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മളീ കാണുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും നോക്കുമ്പോൾ ഒടുക്കത്തെ വരികയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം ക്യൂവിൽ നിൽക്കാൻ വെച്ചപ്പോൾ കാലൊക്കെ കഴിച്ചപ്പോൾ ഞാനമ്മയും കൂടെ പോയി സൈഡിൽ ചെന്ന് ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പായതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ അകത്ത് കയറി. അവിടെ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നമ്മുടെ മെട്രോ വരുന്ന ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വന്നു. അങ്ങനെ നമ്മളതിൽ കയറാൻ പോവാണ് കേട്ടോ. ഇതാണ് അതിലേക്ക് കയറാൻ പോണ ഭാഗം. അപ്പാപ്പനാണ് ആദ്യം കയറാൻ പോണത് കേട്ടോ. ആളാണ് ലൈനിൽ ഏറ്റവും ഫസ്റ്റ് നിന്നിരുന്നത്. അപ്പോൾ ആളാണ് ആദ്യം കയറാൻ പോണത് ഇവിടെ. അപ്പോൾ ഈ ഒരു വാട്ടർ മെട്രോയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. മൊത്തം AC ആണ് കേട്ടോ. അപ്പോൾ ആൾ ഉദ്ഘാടനം കഴിക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ നമ്മൾ കണ്ടോ, നല്ല ക്ലീനായിരുന്നു കേട്ടോ സംഭവം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാണ്. ഫ്രണ്ടിൽ ആ ബാഗ് ഇട്ട് പോകുന്നതാണ് എൻ്റെ അപ്പ, അത് അമ്മ, പിന്നെ ഞാനാണ് കൂടി പോയി. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് AC ആണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ എന്തായാലും നല്ലൊരു വിൻഡോ സീറ്റ് നോക്കി ബുക്ക് ചെയ്ത് അവിടെ ഇരുന്നു. കാരണം നമുക്ക് കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ വിൻഡോ സീറ്റ് നമുക്ക് മസ്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വിൻഡോ സീറ്റിലൊക്കെ വന്നിരുന്നു. അങ്ങനെ എല്ലാവരും വാട്ടർ മെട്രോയിലൊക്കെ കയറി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞങ്ങളുടെ ഓരോ കസിൻസും ഫാമിലീസൊക്കെയാണ് കയറിക്കൊണ്ടിരിക്കണത്. അങ്ങനെ അടുത്ത് വേറൊരു ഇത് വന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പതുക്കെ അനങ്ങി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ് കൂടി കേട്ടോ. എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മൾ വാട്ടർ മെട്രോയിൽ പോകുന്നത്. മൊത്തം ഈ കുളവാഴകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ആ ഒരു എന്താ പറയുക, ട്രയാങ്കിൾ പോലത്തെ ബിൽഡിങ് കാണുന്നില്ലേ, അത് അമ്മ ഏതോ സിനിമയിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കങ്ങനെ കാര്യമായിട്ട് കത്തിയില്ല. ഞാൻ പിന്നെ ട്യൂബ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കത്താറുമില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങൾ കണ്ടു, ബോട്ടുകൾ കണ്ടു, കാഴ്ചകൾ കണ്ടു. അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ഇങ്ങനെ എന്താവും എന്ന ഒരു ചിന്തയിലൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങളങ്ങനെ എല്ലാ ഫാമിലീസും ഇതിലുണ്ട്. കുറച്ച് പേരൊക്കെ നിന്നു, കുറച്ച് പേരൊക്കെ ഇരുന്നു. അങ്ങനെ പക്ഷേ നിൽക്കുകയാണ് കേട്ടോ ശരിക്കും നല്ലത്. നമുക്ക് ഓടി നടന്ന് ഫോണിൽ വീഡിയോസൊക്കെ പിടിക്കണമെങ്കിൽ നിൽക്കുകയാണ് നല്ലത്. ഈ ഭാഗം നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ മൈ ബോസ് ഇല്ലേ, ദിലീപിൻ്റെ പടം, ആ പടത്തിൽ ആളുടെ വീടായിട്ട് കാണിക്കുന്നതാണ് ഈ വീട്. ഇവിടേക്ക് കാറ് വരുമോ എന്നൊക്കെ മമത മോഹൻദാസ് ചോദിക്കുന്നില്ലേ, ആ ഭാഗമൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ വരുന്ന വഴിക്കൊരു ഹൗസ് ബോട്ടിനെ കണ്ടു. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു ക്ലൈമറ്റും വെള്ളവും കുളവാഴയും ഒക്കെ കൂടി. പിന്നെ ഇത് വലിയൊരു കപ്പലാണ് കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു വലിയ കപ്പലാണ്. അതും എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നു അത് പാസ് ചെയ്ത് പോകുന്നവരെ. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക,
വലിയൊരു സാധനമല്ലേ, എത്രയോ വെയിറ്റ് ഉണ്ടാവും അതിൽ. ഞാനതൊക്കെ ആട്ടായിരുന്നു ആലോചിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ആ കാഴ്ചയ്ക്ക് കണ്ടുവരുമ്പോൾ നമ്മുടെ മീൻപിടുത്തക്കാരുടെ ബോട്ട് കണ്ടുട്ടോ. എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഏതാണ് പഞ്ചാബി ഹൗസിലെ ഇതൊക്കെയാണ് ഓർമ്മ വന്നത്. നമ്മുടെ ജങ്കാറാണ് കേട്ടോ, ആ ഭാഗത്ത് ജങ്കാറാണ്, അതിന് നിറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ അറ്റത്ത് കാണുന്നതാണ് അതിൻ്റെ സ്റ്റോപ്പ്, ജങ്കാറ് വരുന്ന സ്റ്റോപ്പ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി, വാട്ടർ മെട്രോന്ന് ഇറങ്ങി സ്റ്റേഷൻ്റെ അകത്തേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ സൈഡിൽ മറ്റേ ചീങ്ങവലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ആ വന്ന മെട്രോയിൽ കയറി പോകാനുള്ള ആൾക്കാരാണ്. കയറി വരുമ്പോൾ സൈഡിലായിട്ട് ഈ വാട്ടർ മെട്രോയുടെ ഒരു ചെറിയ ഒരു ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട്. ഇവിടെ നല്ല റഷായിരുന്നു കേട്ടോ, അവിടുത്തെ പോലെയല്ല, ഇവിടെ നല്ല റഷായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരുവിധം ക്യൂ ഒക്കെ നിന്ന് അടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ നിറച്ച് വഴികളും കാര്യങ്ങളും കടകളും ഡ്രസ്സ് കടകളൊക്കെയാണ് അവിടെ മെയിനായിട്ട്. നമുക്കൊന്നും ഇടാൻ പറ്റത്തില്ല. അവിടെ വരുന്ന ഈ ഫോറിനേഴ്സൊക്കെ ഇടുന്ന ടൈപ്പ് കടകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് നടന്നു തുടങ്ങി. നമ്മൾ കിടക്കാൻ പോകുന്നതിന് CSI ചർച്ചിൻ്റെ അവിടെയുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ്. അതെന്തോ പാലസോ മ്യൂസിയോ അങ്ങനെ എന്തോ ആണ്. നമുക്കതൊന്നും ശരിക്കും നോക്കാൻ പറ്റിയില്ല നടക്കുന്നതുകൊണ്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് പതുക്കെ നടന്നു പോവാണ് നമ്മുടെ ഗ്രൗണ്ടിലേക്ക്. അമ്മയും അപ്പനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അമ്മയും അപ്പനും മാത്രമല്ല, ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പിന്നിൽ അവരൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുക ഇതൊക്കെ അയച്ചു തന്നോളെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മൾ ഗ്രൗണ്ടിൽ പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ CSI ചർച്ചാണ്. അവിടെ വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ കാണിക്കണേ. ഇത് ഫാൻ അത്ര അന്നത്തെ കാലത്ത്, അത് ഒരാൾ അനക്കാൻ നിൽക്കും. ഇത് നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ ശവകുടി. അത് കഴിഞ്ഞ് കുറേ അധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് പള്ളിയുടെ തന്നെ ഓരോരോ ഭാഗങ്ങളാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാൻ. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ബൈബിളാണ്, മലയാളം തന്നെയാണ്. പിന്നെ അവിടെ ആ ഒരു പള്ളിയുടെ കുറേ ഭാഗങ്ങൾ കൊടുത്തൊരു ഇതുണ്ടായിരുന്നു. ഇതാണ് പഴയ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. പിന്നെ ആ ഒരു വീഡിയോ കിട്ടുന്ന സ്കാനറൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞ പോലെ തന്നെ പഴയ ആൾക്കാരെ എന്തൊക്കെയാണ് നേരെ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ബിഗ് ബിയിൽ ഇക്കയുടെ വീടാണ് കേട്ടോ. ഇക്കയുടെ വീടല്ല, ആ ടീച്ചറൊക്കെ വന്ന് നിൽക്കുന്ന ഭാഗമല്ലേ, അതാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പെയിൻ്റ് അടിക്കേണ്ടായിരുന്നു എന്ന്. പെയിൻ്റ് അടിച്ച കുറച്ചുകൂടി കളർഫുള്ളായിട്ടുണ്ട്, പക്ഷേ പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു എന്ന് തോന്നി. പിന്നെ അവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും വഴികളൊക്കെ ഫുൾ ഭയങ്കര ഐസ്തറ്റിക്കാണ്. പിന്നെ വരുന്ന വഴിക്ക് ഒരു അടിപൊളി മുതുക്ക് മരം കണ്ടുട്ടോ, നല്ല രസം കാണാൻ. ഇങ്ങനെ നല്ല ഹൈറ്റിൽ നല്ല വണ്ണത്തിൽ അതിൽ നിറച്ചിങ്ങനെ ക്രൗൾ ചെയ്ത് ഇങ്ങനെ നിറച്ച് ചെടികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോറിക്ഷ എടുത്തു. കാരണം ഞങ്ങൾ ഇനി പോകുന്നത് നമ്മുടെ ജൂ സ്ട്രീറ്റ് ആ ഭാഗത്തേക്കാണ്. അത് നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നടന്നു പോവുക പോസിബിളാണ്, പക്ഷെ നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഓട്ടോ എടുത്തു. ഒരു ഇതിന് 80 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ കാണേണ്ട കാര്യങ്ങൾ. ഞങ്ങൾക്ക് ആ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നാൽ ജൂ സ്ട്രീറ്റ്, ഇങ്ങോട്ട് നടന്നാൽ വേറെ സ്ഥലം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറേ ചേട്ടൻ പറഞ്ഞു തന്നു. അവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. പിന്നെ ഓട്ടോയിൽ ഇങ്ങനെ തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ഒരു ഫാമിലി ഇപ്പോൾ 4 പേരെന്നുണ്ടെങ്കിൽ 20 രൂപ കണക്ക് വെച്ച് 80 രൂപയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ചാർജായിട്ട് വന്നത്. ഇതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടിറക്കിയത് അവിടുത്തെ പാലസിൻ്റെ മുമ്പിലാണ്. അവിടെ സൈഡിൽ ഈ കുറേ ആൻറ്റിക് സാധനങ്ങളെ പോലത്തെ കുറേ അധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റേറ്റൊക്കെ ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ അങ്ങനെ നോക്കി, വാങ്ങാനൊന്നല്ല എന്നാലും നോക്കാനും ഒരു കൗതുകം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വാൾ ഡെക്കേഴ്സ്, വാൾ ഹാങ്ങിങ് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനായിരുന്നു അവിടെ സ്റ്റെക്കായി നിന്ന് പറഞ്ഞത്. അമ്മയല്ല, ഞാൻ ഭയങ്കര സ്റ്റെക്കായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു വിൻറ്റേജ് സ്റ്റൈൽ ക്ലോക്കുകളൊക്കെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് വാൾ ഹാങ്ങിങ് കാണുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വാങ്ങാമെന്നൊക്കെ. അങ്ങനെ എല്ലാ കടയിലും കയറി തിപ്പി പരതി. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാവിടെയും കയറി പരതി നടന്ന് ചിലങ്ക. എൻ്റെ പൊന്നേ,
അങ്ങനെ അവിടേക്ക് ഇങ്ങനെ നടന്ന് സാധനങ്ങൾ കുറേയധികം വെറൈറ്റി സാധനങ്ങളുണ്ട്. മരത്തോണ്ടുള്ളതുണ്ട്, മെറ്റൽ കൊണ്ടുള്ളതുണ്ട്. അവിടേക്ക് മെയിനായിട്ട് ഇതൊക്കെ വാങ്ങാൻ നിൽക്കുന്നത് ഫോറിനേഴ്സാണ് കേട്ടോ. അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ കണ്ട്, ഇത് നമ്മുടെ മറ്റേ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന മാഗ്നറ്റിക് പോലത്തെ സാധനമല്ലേ, അതൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പതുക്കെ ജ്യൂസ് സ്ട്രീറ്റിലേക്ക് നടങ്ങി. ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് വെള്ളം വാങ്ങിച്ച് നടന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ഉണ്ണി ആപ്പിളൊക്കെ തിന്ന് ഇതേ വേഷത്തിൽ നിൽക്കണു. പിന്നെ അത് കഴിഞ്ഞ് ജ്യൂസ് സ്ട്രീറ്റ് എത്തിയപ്പോൾ അവിടെ ശരിക്കും എന്താ പറയുക ഭയങ്കര ഒരു ആസ്തറ്റിക് ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ച് നടന്നപ്പോൾ ഒരു അത്രകട കണ്ടു. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ചാക്കിലാക്കി. ഞങ്ങൾ പിന്നെ കാറിലേക്കൊരു പെർഫ്യൂം വാങ്ങിച്ചു, ഒരു സ്ട്രോബെറി ഫ്ലേവർ പെർഫ്യൂം വാങ്ങിച്ചു. 200 രൂപയാണ്, 3 മാസം നിൽക്കുന്നു പറഞ്ഞു. ഇതാണ് നമ്മുടെ ജൂതപ്പള്ളി. പക്ഷെ ഞങ്ങളങ്ങോട്ട് കടത്തിയില്ല. അവിടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നാണ് അവിടെ പറഞ്ഞു കേട്ടത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പക്ഷേ ജൂതന്മാരൊക്കെ കണ്ടു കേട്ടോ, വരുന്ന വഴിക്ക് അവരെ കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോൾ വലിയ ഉരുളിയും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. ശരിക്കും എന്താ പറയുക, മൊത്തത്തിൽ ഫുള്ള് കളർഫുള്ള് സ്ഥലം, ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം. പിന്നെ കുറേ സേവ് ദ ഡേറ്റ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചോദിച്ചു, അവിടെ അടുത്ത് തന്നെയായിരുന്നു പാലസിലേക്ക് കടന്നു. അവിടേക്ക് എൻട്രി ഫീസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അകത്തേക്ക് കടക്കാൻ ആ ഒരു ഗ്രൗണ്ടിലേക്ക് കടക്കാൻ എൻട്രി ഫീസ് ഇല്ലായിരുന്നു. പക്ഷേ മുകളിലേക്ക് കയറാൻ എൻട്രി ഫീസ് ഉണ്ട്. 5 രൂപയാണ് എൻട്രി ഫീസ്. ടൈം വന്നിട്ട് 4:45 വരെയാണ് അവിടെ ടൈമുള്ളത്. ഇതാണ് പാലസിൻ്റെ എൻട്രി ഭാഗം, മ്യൂസിയത്തിൻ്റെ എൻട്രി ഭാഗം. അങ്ങനെ ഞങ്ങളിവിടെ കിടന്ന് നടന്ന് നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കാണാനായിട്ടുള്ള ഒരു സ്പോട്ടാണ് ജെയിൻ ടെമ്പിൾ. ആ ജെയിൻ ടെമ്പിൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 മണി വരെയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞങ്ങൾ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ 1-1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇതാണ് എൻട്രി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ക്യൂ എന്ന് വെച്ചു. അപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നടക്കാൻ, അതായത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ അവിടെയുണ്ട്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും അവരുടെ തട്ട് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് മറ്റേ ഈ രാജാക്കന്മാരൊക്കെ അങ്ങനെ ഇരുത്തി തോളിൽ വെച്ച് കൊണ്ടുപോകില്ലേ. പിന്നെ കുറേ വാളുകളും രാജകീയ വസ്ത്രങ്ങളും, കുന്തം, കുടച്ചക്രം, കത്തി, പിന്നെ പെണ്ണുങ്ങളുടെ രാജകീയ വസ്ത്രം, പിന്നെ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളും കാര്യങ്ങളും. പിന്നെ പെയിൻറ്റിങ്ങാണ് കേട്ടോ പറയാൻ വയ്യാത്തത്. അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് അന്നത്തെ ആ ഒരു രീതിയിൽ ഞാൻ നിൽക്കുന്നത്, അവരനക്കിയിട്ടും കൂടി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ തലപ്പാവുകൾ, അന്നത്തെ രാജാക്കന്മാരുടെ തലപ്പാവുകൾ, പിന്നെ അവിടുത്തെ ഊഞ്ഞാലും എന്താ പറയുക അങ്ങനത്തെയൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് കഴിഞ്ഞ് നേരെ വന്നപ്പോൾ ഒരു എന്താ പറയുക പിന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് നേരം കാറ്റൊക്കെ വേണ്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 6 മണിയായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ 6 മണിയായപ്പോൾ അവിടെ എത്തി. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ, പോകുന്ന വഴിക്ക് ആലുവയിലൊന്നും കഴിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചൂടാക്കാനൊക്കെ നിൽക്കണം, അപ്പം നിങ്ങൾ കടലിലേക്ക് പൊക്കോളൂ, ഒരു 7 മണി 7:30 ആകുമ്പോൾ 7:15 എത്തിയാലും മതി എന്ന് പറഞ്ഞു. സമയം ഇപ്പോൾ 6:15 ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ഞങ്ങൾ വന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കുറച്ചുള്ളൂ കേട്ടോ നടക്കാനായിട്ട്, കടലിൻ്റെ അവിടേക്ക്. ഞങ്ങളങ്ങനെ നേരെ കടലിൻ്റെ അവിടേക്ക് പോയി. അവിടെ കുറച്ച് റഷായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ ഇരിക്കാൻ നല്ല രസമായിട്ട്, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാം ആൻഡ് കൂളാവും. നല്ലൊരു റിഫ്രഷിങ് ആണ്, നല്ലൊരു കാറ്റൊക്കെ ഉണ്ട്, നല്ല തണുത്ത കാറ്റാണ് ആ നേരത്തൊക്കെ വരാനായിട്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ കാറ്റ് കാണാനും ഇതൊക്കെ. ഈ കടൽ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മുടെ അമർ അക്ബർ അന്തോണിയിൽ അവർ 3 പേരും വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കടലിൻ്റെ ആ ഒരു കല്ലിൻ്റെ ഭാഗം. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് ആ ചെറിയ വഴി കൂടെ അങ്ങ് നേരെ കുറച്ചധികം ദൂരം നടന്നു. സൈഡിൽ ഇഷ്ടംപോലെ ഐസ്ക്രീം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലെറ്റ്സ് സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.